ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉന്നക്കായാണ്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ഇവിടെ. അപ്പം നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡെസേർട്ടായിട്ട് ഞാനിത് ഉന്നക്കായ ഉണ്ടാക്കുന്ന 3 ഏത്തക്ക സ്റ്റീമർ വെച്ച് പുഴുങ്ങാനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് നല്ലവണ്ണം പഴുത്ത ഏത്തക്കയായിരുന്നു. അത് തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തെ നാരും ഒക്കെ കളഞ്ഞ് ഇത് ഉടച്ചെടുത്തേക്കുവാണ്. ഇനിയും നമുക്ക് കുറച്ച് തേങ്ങ നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഷുഗറും കൂടി ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പാൻ ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തേ. ഈ ഗീ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ തിരുമിയത് ആണ് ഈ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് ഈ ഗീക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ചാണ്. ഞാനിപ്പം 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് അത് ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് ഈ കല്ലിനകത്തൊന്ന് കുത്തി ചതച്ചെടുത്തു. ക്രഷ് ചെയ്തെടുത്താണ്. ഇനിയും ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടി ഇരുന്നതാണ്. അത് 1 സ്പൂണോളം നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുവേ. അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഫില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ചെറിയ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഉന്നക്കായയുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഗീ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്യേൽ ഒട്ടായിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് ഷേപ്പൊക്കെ ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ ഒരു ഷേപ്പിലൊക്കെ എടുക്കുക. 2 കയ്യേലും ഇങ്ങനെ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കയ്യേൽ പുരട്ടി കൊടുത്തപ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഒട്ടും ഒട്ടത്തില്ല. ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് വലിയ വലിപ്പത്തിൽ എടുക്കുന്നില്ല. അപ്പം 3 ഏത്തക്ക പഴുത്തതും കൊണ്ട് നമ്മൾ 14 ഉന്നക്കായ ഉണ്ടാക്കി. ഉന്നക്കായയുടെ ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് വന്നില്ല, എന്നാലും ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ പലർക്കും നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാൻ അറിയാം. എനിക്കിങ്ങനെയാണ് പറ്റിയത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. എണ്ണയിൽ ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാമേ. അപ്പോൾ ഇതിപ്പം ഓരോന്നായിട്ട് ഇത് ഫ്രൈ ആയ സൈഡ് മാറ്റിയിട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി വാങ്ങിയിട്ടുണ്ട്. ഒന്നും പൊട്ടിപ്പോയൊന്നുമില്ല. എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്.